മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ICU കയറ്റിയതിന് ശേഷം ഉണ്ണി പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്തായിരിക്കുമോ കരുണയ്ക്ക് സംഭവിച്ചത്? ഇനിയിപ്പോൾ കരുണ എങ്ങാനും മരുന്ന് ചേർത്ത പായസം കഴിച്ചു കാണുമോ എന്ന് ചോദിക്കുമ്പം ഇല്ല, അത് മോള് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പായസമാണ് കുടിച്ചത്, പായസമൊന്നും മാറിപ്പോയിട്ടില്ല. എന്നാലും ഏട്ടത്തേക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, അവരിനി പായസം കുടിച്ചിട്ടും അവർ മരിക്കാത്തത് അവർ ദൈവത്തിൻ്റെ അവതാരം എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, നമ്മളുടെ ഈ പ്ലാനും പാളി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കണം. കാരണം അവൾക്കെതിരെ നമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഓരോന്ന് പ്ലാൻ ചെയ്തു, അതെല്ലാം തിരിച്ച് നമുക്ക് തന്നെ വന്നേക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിലൊരു സംശയമുണ്ട്. അതുമാത്രമല്ല, അവളും അവളുടെ അമ്മയും ഏത് നേരവും അമ്പലവും പ്രാർത്ഥനയായിട്ട് നടക്കണവരാ. അതിൻ്റെ ഒരു ചൈതന്യമൊക്കെ ചിലപ്പോൾ അവർക്ക് ഉണ്ടാകും. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ കരുണയോട് പറഞ്ഞതാ ഒന്നിനും പോകണ്ടാന്ന്. അമ്മാവനും അന്ന് പറഞ്ഞിരുന്നു ഏടത്തിക്ക് എന്തൊക്കെയോ ശക്തികളുണ്ട്, അതുകൊണ്ടാണ് ഏടത്തി ചവിട്ടിയപ്പം തട്ട് പൊളിയാതെ അമ്മാവൻ ചവിട്ടിയപ്പോൾ തട്ട് പൊളിഞ്ഞത്, അതുകൊണ്ട് ഒന്നിനും പോകണ്ടാന്ന്. ഇപ്പം അമ്മാവന് പോലും ഏടത്തിയെ പേടിയായി, ഇനി ഒന്നിനും അമ്മാവനില്ലാന്നാണ് പറഞ്ഞേക്കണേ. അതൊക്കെ ഞാൻ കരുണയോട് പറഞ്ഞതാ, നീ എന്ത് ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിക്കണം എന്ന് പറഞ്ഞപ്പം കരുണയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, കരുണയും മുത്തശ്ശിയും ചെയ്യുന്ന ഈ പ്ലാൻ എന്തായാലും വിജയിക്കുമെന്ന്. ഇപ്പം ഇത് ഇങ്ങനെയുമായി, ഇനിയിപ്പോൾ കരുണയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ അച്ഛാന്ന് ചോദിക്കുമ്പം, ഇനിയിപ്പോൾ മോള് പായസം മാറി കുടിച്ചതാണെങ്കിലും അതിനുള്ള മറുമരുന്നും മോളും അമ്മയും കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട്, അത് കൊടുത്താൽ മതി, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നീ എന്തായാലും ധൈര്യമായിട്ടിരിക്കുക, മോൾക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെ മഹാലക്ഷ്മിനെയാണ്. മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടനെ അറിഞ്ഞോ കരുണയ്ക്ക് എന്തോ സുഖമില്ലാന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഛർദിയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഉണ്ണി ഇവിടുന്ന് പോയിട്ടുണ്ട്. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയതാ കരുണയ്ക്ക്, തനിക്കും പ്രശ്നങ്ങളായിരുന്നല്ലോ, ഇനിയിപ്പോൾ ആ പായസത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ആയിരിക്കില്ല കണ്ണേട്ട, ഇതിപ്പം കരുണയ്ക്ക് വിശേഷമായിട്ടിരിക്കുകയല്ലേ, അപ്പം ഇങ്ങനത്തെ അസ്വസ്ഥതകളും ഛർദിയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും തനിക്കും ഭയങ്കര അസ്വസ്ഥതകളായിരുന്നല്ലോ, അതിപ്പോൾ കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ചെറിയൊരു കുറവുണ്ട്, എന്നാലും പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കണ്ണേട്ടാ, ഇപ്പം ഞാൻ താഴോട്ട് ചെന്നപ്പം അമ്മ എന്നോട് ചോദിക്കുക കരുണയ്ക്ക് എന്തെങ്കിലും കലക്കി കൊടുത്തായിരുന്നു എന്ന്. അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്തോ ചതി നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഇനിയിപ്പോൾ നമുക്ക് തരാൻ വേണ്ടി എന്തെങ്കിലും വിഷം കലക്കി വെച്ചിട്ട് അത് കരുണ അറിയാതെ കുടിച്ചതാണോ എന്നും അറിയില്ലല്ലോ കണ്ണേട്ടാന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ചിലപ്പോൾ അതിന് സാധ്യതയുണ്ട്, കാരണം തൻ്റെ അനുജത്തിയും മുത്തശ്ശിയും തൻ്റെ രണ്ടാനുജനും ഒരിക്കലും നമ്മളോട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറാറില്ല. അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് അവരുടെ എല്ലാം പെരുമാറ്റത്തിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് എന്തോ സംശയം തോന്നിയതാ, എന്തെങ്കിലും ഒരു ചതി ഇതിൻ്റെ പിന്നിലുണ്ടാവുമെന്ന്. എന്തായാലും തനിക്ക് വച്ച കെണിയിൽ കരുണ പെട്ടെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കില്ല കണ്ണേട്ട, അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ, ആ സമയത്ത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിനെയും ബാധിക്കുമെന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, തൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ എല്ലാവരും ദ്രോഹിക്കാനായിട്ട് നടക്കണേ, അവൾക്കൊരമ്മയാവാനുള്ള യോഗ്യതയൊന്നുമില്ല. അന്ന് വന്ന സ്വാമിയോട് തൻ്റെ അമ്മ പറഞ്ഞില്ലേ മോളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന്, അപ്പോൾ ആ സ്വാമി പറഞ്ഞത് എന്തെന്നാ, അമ്മയാവാൻ യോഗ്യതയില്ല, മൃഗത്തിൻ്റെ സ്വഭാവമുള്ളവരെയൊന്നും അനുഗ്രഹിക്കാൻ പറ്റില്ല എന്നല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ അവളുടെ മനസ്സ് എത്ര ക്രൂരമാണെന്ന്. അതുകൊണ്ട് അവളുടെ കർമ്മഫലം അവൾ തന്നെ അനുഭവിക്കട്ടെ, താൻ ഇനി അതും പറഞ്ഞ് ടെൻഷനാവണ്ടെന്ന്. അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട്. മഞ്ജുവിനെ കണ്ടതും മഹാലക്ഷ്മിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാനില്ല. മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന്. അതെനിക്ക് കണ്ണേട്ടനെ കണ്ടൊരു കാര്യം പറയാനാണ് വന്നേ, എടുത്ത് എന്നോട് പോകാൻ പറയരുത്, എന്തായാലും കണ്ണേട്ടനോട് ഇത് പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാന്ന്. ആ സമയത്ത് ദുർഗ ഇവരുടെ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ദുർഗയ്ക്ക് മഞ്ജുവിനെ കണ്ടതും ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും പുറമെ ഭയങ്കര ദേഷ്യമാണ് കാണിക്കണേ. നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്, നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞേക്കണേ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാൻ അമ്മേനെ കാണാൻ വന്നതല്ല, ഞാൻ കണ്ണേട്ടനെ കാണാൻ വന്നതാ, ഞാനിപ്പോൾ തന്നെ പോയിക്കോളാന്ന്. അങ്ങനെ കണ്ണൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം എന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് കണ്ണേട്ട എനിക്കൊരു ഉപകാരം ചെയ്യണം, സാഗറേട്ടനെ ആ മേഹൻ കഞ്ചാവ് കേസിൽ കുടുക്കി, സാഗറേട്ടനിപ്പോൾ സ്റ്റേഷനിൽ ലോക്കപ്പിലാണ്, എന്തായാലും സാഗറേട്ടന് ഈ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് നിനക്കറിയണേ, അവൻ പക്കാ ഫ്രോഡോ ആണെന്നുള്ള കാര്യം നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ, എന്തായാലും അവനത് ചെയ്തതായിരിക്കും എന്ന് പറയുമ്പം, ഇല്ല കണ്ണേട്ട, പണ്ടത്തെ സ്വഭാവമൊന്നും അല്ല ഇപ്പോൾ സാഗറേട്ടന്, എനിക്കതിൽ ഉറപ്പുണ്ട്. ആ മേഘൻ എന്നെ അമ്പലത്തിൽ വെച്ച് വെല്ലുവിളിച്ചിരുന്നു, സാഗറേട്ടനും ഞാനും തമ്മിൽ അധികം വൈകാതെ തന്നെ പിരിയും, അതിനുള്ള കാരണം ഉണ്ടായില്ലെങ്കിൽ ആ മേഘം തന്നെ അതിനുള്ള കാരണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് സാഗറേട്ടൻ ഒരിക്കലും ഇത് തെറ്റ് ചെയ്യൂല, ആ മേഘം തന്നെ കഞ്ചാവ് വെച്ച് സാഗറേട്ടനെ കുടുക്കിയതാണ്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ നമ്മളെങ്ങനെ വിശ്വസിക്കും, നീ പറയുന്നതല്ലേ ഉള്ളൂ, അതിനുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, തെളിവൊന്നും എൻ്റെ കയ്യിലില്ല കണ്ണേട്ട, സാഗറേട്ടൻ എന്നോട് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു ഇതുപോലൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എന്തായാലും കണ്ണേട്ടൻ ഒന്ന്
ജാമ്യത്തിലിറക്കാൻ വരണം. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അവനെ ജാമ്യത്തിലിറക്കാനൊന്നും ഞാൻ വരില്ല, എന്നാൽ കണ്ണേട്ടൻ അനന്തുവേട്ടനെ എങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതെന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. ഈ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവൻ ലോക്കപ്പിലായ സ്ഥിതിക്ക് നീ ഇനി അങ്ങോട്ട് പോകുമൊന്നും വേണ്ട, നീ ഇവിടെ തന്നെ നിൽക്ക്. എന്തായാലും ഞാൻ മേഘനെ വിളിച്ച് സംസാരിച്ച് നിന്നെ മേഘൻ്റെ കൂടെ അയക്കാം. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അമ്മ ഇത്രയും ദുഷ്ടയാണോ? സ്വന്തം മകളുടെ ജീവിതത്തെക്കാളും വലുത് അമ്മയ്ക്ക് അമ്മയുടെ സഹോദരൻ്റെ മകനാണല്ലേ. എന്നെ ഇത്രയധികം ചതിച്ച് അവൻ്റെ കൂടെ ഇനിയും വിടണമെന്നാണോ അമ്മ ആഗ്രഹിക്കണേ? ഞാൻ മരിച്ചാൽ പോലും ഇനി മേഘൻ്റെ കൂടെ ഒരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല, അത് വിചാരിച്ച് അമ്മ ഇരിക്കേണ്ടതെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്നാൽ നിനക്ക് പോയി മരിച്ചാൽ പോരായിരുന്നോ, നീ എന്തിനാ സഹായം ചോദിച്ച് ഇങ്ങോട്ട് വന്നതെന്ന്. ഈ സമയത്ത് മഞ്ജു നിന്ന് കരയുമ്പം കണ്ണനൊക്കെയാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കണ്ണൻ പറയുന്നുണ്ട് അമ്മ ഒന്നും മിണ്ടാതിരി, എന്തായാലും അവളുടെ സങ്കടം പറയാൻ വന്നതല്ലേ, അവൾ സങ്കടം പറഞ്ഞു സഹായിക്കണോ വേണ്ടയോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. പിന്നീട് നമ്മളുടെ മേഘനാഥനെയും വാമദേവനെയാണ് കാണിക്കണേ. മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് അച്ഛാ കരുണ ഹോസ്പിറ്റലിലായെന്ന് പറയണ കേട്ടു, എന്ത് പറ്റി കരുണ മോൾക്കെന്ന് വയ്ക്കുമ്പോൾ അതൊന്നും അറിയില്ല, ഇനിയിപ്പോൾ മഹാലക്ഷ്മിക്ക് വെച്ച പായസം തിരിഞ്ഞ് കരുണ കുടിച്ചതാണോ എന്നും അറിയില്ല, മഹാലക്ഷ്മിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ആ മഹാലക്ഷ്മിക്ക് എന്തൊക്കെയോ ദൈവിക സിദ്ധികളുണ്ട്, അതുകൊണ്ടാണ് അവളെ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവൾ രക്ഷപ്പെടുന്നതും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി കിട്ടുന്നതും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവരെ ഉപദ്രവിക്കാൻ പോകണ്ടെന്ന്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട് ഞാൻ ഈ അച്ഛനെയും കൊണ്ട് തോക്കുള്ളൂ, എന്ത് പറഞ്ഞാലും അച്ഛനിപ്പോൾ ആ മഹാലക്ഷ്മിക്ക് സപ്പോർട്ടായിട്ടാണല്ലോ സംസാരിക്കുന്നത്, കരുണയ്ക്ക് തിരിച്ചടി കിട്ടിയതൊന്നും ആയിരിക്കില്ല, ഭക്ഷണം എന്തെങ്കിലും വയറിന് പിടിക്കാത്തതായിരിക്കും, എന്തായാലും അവളിപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഞാനൊന്ന് അവിടം വരെ പോയി കാര്യങ്ങൾ തിരക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് മേഘനാഥൻ പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ മാർക്കോയും മഞ്ജുവും കൂടെ കൂടി അനന്തുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അനന്തുവിനെ കാണുന്നുണ്ട്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് എന്തായാലും ഇതാ മേഘൻ്റെ പണി തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷേ അത് തെളിയിക്കാനുള്ള തെളിവുകൾ നമ്മളുടെ കയ്യിൽ ഇപ്പം ഇല്ല, എന്തായാലും നാളെ സാഗറിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പായിട്ട് അതിനുവേണ്ട എല്ലാ തെളിവുകളും നമ്മൾ ശേഖരിക്കണം, ഇല്ലെങ്കിൽ സാഗറിന് ജാമ്യം കിട്ടൂല. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഇതാ മേഘനാഥൻ ചെയ്തതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അനന്തുവേട്ടാ, ഒരിക്കലും സാഗറേട്ടൻ അങ്ങനെ ചെയ്യില്ല, പണ്ട് സാഗറേട്ടന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തോമസ് സാറിൻ്റെ ഡ്രൈവറായിട്ട് പോകുമ്പോൾ തന്നെ സാഗറേട്ടന് ആവശ്യത്തിനുള്ള സാലറി കിട്ടുന്നുണ്ട്, പിന്നെ സാഗറേട്ടൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പണി ചെയ്യണത്, അതും തോമസ് ഡോക്ടറുടെ കാറിൽ കൊണ്ടുവന്ന് വെക്കുമെന്ന് വയ്ക്കുമ്പം അനന്ത് പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ്, പക്ഷേ അതിനുള്ള തെളിവ് നമ്മൾ ശേഖരിച്ചാലേ നമുക്കത് തെളിയിക്കാൻ പറ്റുള്ളൂ, എന്തായാലും മാർക്കോയും ഞാനും കൂടെ കൂടി അതിനുള്ള തെളിവ് എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കട്ടെ, നീ എന്തായാലും സമാധാനമായിട്ട് പോവോ, സാഗറിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, സങ്കടപ്പെടണ്ടെന്നും പറഞ്ഞ് മഞ്ജുവിനെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനും ഉണ്ണിയും ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ ഐസിയുടെ ഡോറ് തുറന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് ഈ കരുണയുടെ ഹസ്ബൻഡ് ആരാന്ന് ചോദിക്കുമ്പം ഉണ്ണി ഞാനാന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്താ ഡോക്ടറെ കരുണയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ആ കുട്ടിയുടെ കാര്യമൊന്നും പറയാറായിട്ടില്ല, എന്തായാലും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ നോക്കുന്നുണ്ട്, ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കരുണയ്ക്ക് അത്യാവശ്യമായിട്ടൊരു സർജറി ചെയ്യണം, അതിന് ഒപ്പിട്ട് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചതെന്ന്. ആ സമയത്ത് ഉണ്ണി പ്രതാപൻ്റെ നേരെ നോക്കുമ്പം പ്രതാപൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുന്നുണ്ട്. പ്രതാപൻ ചെന്നിട്ട് എന്താ ഡോക്ടറെ അതെൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം എന്താ പറ്റിയെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്തായാലും അത്യാവശ്യമായിട്ടൊരു സർജറി ചെയ്യണം, അതെന്തിനാണ് ഡോക്ടറെ സർജറി ചെയ്യണമെന്ന് ചോദിക്കുമ്പം കരുണയുടെ വയറിലുള്ള കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു പോയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് കുഞ്ഞിനെ വെളിയിലെടുത്തില്ലെങ്കിൽ അത് അമ്മയുടെ ജീവനും ആപത്താണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ നമുക്ക് സർജറി ചെയ്ത് വെളിയിലെടുക്കണം, അതിന് നിങ്ങൾ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് തരണം. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് സർജറി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല, മിക്കവാറും ഇനി കരുണയ്ക്കൊരു അമ്മയാവാൻ പറ്റുമെന്ന് തോന്നണില്ല, മാക്സിമം ഞങ്ങൾ നോക്കാം, പിന്നെ ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഡോക്ടർ പോയതും പ്രതാപൻ ഫോണെടുത്ത് പ്രതാപൻ്റെ അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട്. അമ്മ ഫോണെടുത്തതും എന്തായാലും പ്രതാപ മോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതമ്മേ മോളുടെ കുഞ്ഞ് മരണപ്പെട്ടു പോയി, അതെങ്ങനെ സംഭവിച്ചതാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല അമ്മേ, ഇനിയിപ്പോൾ മോള് കുടിച്ചത് വിഷം ചേർത്ത പായസമാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ പ്രതാപ ഞാനല്ലേ പായസത്തിൽ വിഷം കലർത്തിയത്, മോൾ അതിനു മുമ്പേ മോൾക്ക് കുടിക്കാനുള്ള പായസം എടുത്തു വെച്ചിരുന്നു എന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് കുഞ്ഞ് മരിച്ചു എന്ന് മാത്രമല്ല അമ്മേ, ഇനി മോൾക്ക് ഒരിക്കലും അമ്മയാവാനും കഴിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടതും എൻ്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ പറ്റിയില്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അമ്മ കരയുന്നുണ്ട്. ആ സമയത്ത് മോഹിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ പ്രതാപേട്ടൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നിനക്കിപ്പോൾ സന്തോഷമായില്ലേടി, നിൻ്റെ മൂത്ത മോള് പ്രസവിക്കുന്നതിന് മുമ്പ് ഇളയ മോള്
പ്രസവിക്കുമല്ലോ എന്നുള്ള വിഷമത്തിലല്ലായിരുന്നോ നീ? ഇപ്പം നിനക്ക് സമാധാനമായി കാണും. എന്തായാലും നിൻ്റെ മോക്കടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ കർണമോളുടെ കുഞ്ഞും മരിച്ചു. ഇനിയിപ്പോൾ കർണമോൾക്ക് പ്രസവിക്കാനും പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് കേട്ടത് നമ്മളുടെ മോഹിനിക്കാണെങ്കിൽ ആകെ സങ്കടമായിട്ട് മോഹിനി ഭഗവാനെ എന്നും പറഞ്ഞ് നെഞ്ചത്ത് കയ്യും വെച്ച് നിൽക്കണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.